വി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആനിമൽ സിനിമ കണ്ടിട്ട് അതൊരു ചർച്ചയായി തുടങ്ങിയപ്പോൾ നമുക്കും അതിനെപ്പറ്റി ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചാണ്. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എല്ലാവരും ആനിമൽ കണ്ടിട്ടില്ല. അയ്യേ അതെങ്ങനെ ശരിയാവുന്നത്? എന്നിട്ട് റിവ്യൂ ചെയ്യണം. റിവ്യൂ അല്ലല്ലോ, നമ്മൾ റിവ്യൂ അതിനെ പറ്റി അഭിപ്രായം പറയണം. കാണാത്ത നമ്മൾ രണ്ടുപേരും കുറെ അഭിപ്രായം പറയണം. അതെ, പറയാം. പാചകം അടിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. അല്ല, നമുക്ക് കൊച്ചിലോട്ട് അറിയാലോ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമാണ്, ഇത് ഉണ്ടാക്കുന്നതാണ് പേര്. കൊച്ചിലെ ഞാൻ സ്ക്രീനിൽ കാണുമ്പോൾ ശരിക്കും ഇത് അവിടെ അപ്പുറത്ത് എവിടെയോ നടക്കുന്ന സംഭവമാണെന്ന് വിചാരിച്ചിരുന്നു. ഇരുട്ടും പരിപാടിയല്ലേ. ഞാൻ ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ കണ്ട സിനിമ അതിന് ഊമപ്പെണ്ണിനൊരിയാടെ പേരെന്ന് പറഞ്ഞ് പടം. അതിനകത്ത് ജയസൂര്യൻ കാവ്യം അത് എന്നോട് ഒരു ഇതിന്റെ കുന്നിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ വീണിട്ടൊക്കെ ഉരുളുന്ന സീനൊക്കെ ഉണ്ട്. ഞാൻ കരഞ്ഞ് ബഹളാക്കിയിട്ട് ഞാൻ ഓർത്തത് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. ആരും ഇടപെടുന്നു, എന്തേലും ചെയ്യാൻ പറഞ്ഞപ്പോ എന്നെ എടുത്തോണ്ട് പോകും. പ്രശ്നങ്ങളിൽ നിന്ന് മാറി ഒരു ഫാന്റസി വേൾഡിൽ പോകുന്നത് തന്നെയാണ് സിനിമ. കുറേ സമയം നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ലൈഫിൽ മാറി എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു. അവിടെ നമ്മൾ കാണിക്കുന്ന അമാനുഷിക കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ലൈഫിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കൊച്ചിലെ ആ പടം കണ്ടിട്ട് അങ്ങനെ പേടിച്ചിട്ടും ഞാൻ ഇപ്പൊ ഈ പ്രായത്തിൽ നമ്മൾ 2.5 മണിക്കൂറത്തേക്ക് നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞിട്ട് എങ്ങനെയോ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന എങ്ങനെ എനിക്കറിയത്തില്ല. നമുക്കറിയാം ഇത് സിനിമയാണ്, പക്ഷെ നമ്മൾ വിശ്വസിക്കില്ല. നമുക്കറിയാവുന്ന ആക്ടേഴ്സ് ആണ്, അല്ല ഇവരുടെ ലൈഫ് സ്റ്റൈൽ നമുക്കറിയാം, ഇവരുടെ വേറെ, പക്ഷെ എല്ലാം നമ്മൾ മാറി അവർ ആ ക്യാരക്ടേഴ്സ് ആയിട്ട് കാണുന്ന നമ്മൾ ശരിക്കും അതാ ഡയറക്ടറിന്റെ കഴിവെന്ന് പറയുന്നത്. ഒരു ഊളപ്പടത്തിന് നിങ്ങൾക്ക് പോയിരിക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. I will cut his body into pieces and throw those pieces into the sea. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ജിഗർദണ്ഡ ആണോ ഇഷ്ടപ്പെട്ട, ഫിലിപ്സ് ആണോ ഇഷ്ടപ്പെട്ടത്? രണ്ടും ഭയങ്കര എക്സ്റ്റെൻഡ് കിടക്കുന്ന. അതിപ്പോ അനീസിക്ക് ചിഞ്ചുവിനെയാണോ ഇഷ്ടം മഞ്ജുവിനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നു. എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. അതെ, എനിക്കൊക്കെ സുഖല്ലേ, ഒരു ഭാഗത്ത് ചിഞ്ചു ഒരു ഭാഗത്ത് മഞ്ജു. പ്രവൃത്തിയിലാണ് കാര്യം അല്ലേ. ഞാനിപ്പോ അനീസിക്കാനെ കൊല്ലണം എന്ന് വിചാരിച്ചാൽ ഞാനാണ് ഈ ക്രിമിനൽ ആവില്ല. അത്രേ ഉള്ളൂ. ചെറിയ പ്രശ്നം. ഞാനത് ജോണിന്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോ അത് ഗൂഢാലോചനയാവും. നിങ്ങളത് വർക്ക് ചെയ്യാൻ വേണ്ടി സാധനം വാങ്ങിക്കുമ്പോൾ തെളിവാകും. നിങ്ങൾ വരുമ്പോ പദശ്രമമാവും. ചെയ്ത ലോകരക്ഷ. ബേസിക്കലി നമുക്ക് ഇഷ്ടമുള്ളവർക്കൊന്നും സംഭവിക്കരുത് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. സിനിമ മണ്ടന്മാരാണ് ആക്ച്വലി. നമ്മള് മണ്ടന്മാരാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഈ പറയണ ഇതിന്റെ സക്സസ് ഇതൊരു മേക്ക് ബിലീഫ് അല്ലേ എന്ന് ലാലേട്ടൻ പറയുന്ന പോലെ എല്ലാം ഒരു വിസ്മയമാണ്. എല്ലാം വിസ്മയമാണല്ലോ. നമ്മൾ സിനിമ കൊണ്ട് എൻജോയ് ചെയ്യുന്നു. അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വേണം, കറക്റ്റ്നസ് വേണ്ട അങ്ങനെയൊന്നുമില്ല. സിനിമ എന്റർടൈൻമെന്റ് ഉപാധിയാണ്, അപ്പോൾ അത് ചെയ്യണം. അതിനകത്ത് മെസ്സേജ് ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആൾക്കാർ നന്നാവും നിങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിച്ചോ. പക്ഷേ മറ്റേത് കാണിച്ചിട്ട് നിങ്ങൾ രാജ്യത്തെ നന്നാക്കും, ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചീത്തയായി പോകുന്ന ആരും വിചാരിക്കേണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. അല്ല, എനിക്ക് ആക്ഷൻ പടം വലിയ താല്പര്യമുള്ള ആളല്ല. OTT കണ്ടാ പോരെ. അല്ല, KGF വിക്രമും കണ്ടപ്പോ ഉറങ്ങിയ മനുഷ്യനാണ്. റോക്കി ബായും വിക്രം ഒക്കെ വന്നത് മറ്റേ വലിയ സാധനത്തെ വെടിവെച്ച് ജോൺ ഇങ്ങനെ ഉറങ്ങി തിയേറ്ററിനകത്ത്. അതുകൊണ്ട് ഒട്ടും ഇൻഫ്ലുവൻസ് ആവാത്ത ആളാണ് അല്ലേ. അത് നടക്കുമ്പോഴും കിടന്നുറങ്ങുകയാണ്. പിന്നെ ഇങ്ങനെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. 10 മണിക്ക് ശേഷമുള്ള സിനിമകൾ ഞാൻ കാണാതിരിക്കണമെങ്കിൽ ഉറക്കം വരും. പക്ഷെ പണ്ട് സൂര്യ ടിവിയിലൊക്കെ 12 മണി ആയിരിക്കും കാണുമായിരുന്നു. എപ്പോഴും കാണില്ല, ഞാൻ പറ്റിടാറില്ല. ജോണിന്റെ സമയം രാവിലെ എന്ത് കണ്ടാലും ജോൺ രാവിലെ കാണത്തുള്ളൂ. റീലാണെങ്കിലും തുണ്ടാണെങ്കിലും ജോൺ രാവിലെ കാണത്തുള്ളൂ. സോറി, ജോൺ തുണ്ട് കാണാറില്ല. ജോണിന്റെ കല്യാണം കഴിഞ്ഞു. അല്ല, ജോൺ തുണ്ട് കാണത്തില്ലല്ലോ. അങ്ങനെയല്ലേ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ കാണാൻ പാടില്ലല്ലോ അല്ലേ മഹാദേവൻ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. മെജോറിറ്റി ആൾക്കാർ സിനിമ കാണുമ്പോൾ നായകന്റെ ഷൂവിനകത്തേക്ക് കയറി നിൽക്കും. ഞാനാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ എനിക്ക് തോന്നുന്നു സ്പോർട്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ആ സ്പോർട്സുകാരന്റെ അകത്ത് കയറി അല്ലേ. ഇന്ത്യൻ ടീമിൽ കയറിയിട്ട് ഞാൻ മാൻ ഓഫ് ദി മാച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ നമ്മള് ചിന്തിക്കില്ല, നമ്മളായിരുന്നെങ്കിൽ 50 ഓവറിൽ എല്ലാ 6 അടിച്ചു വിട്ട്. ആർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇൻഡൽജ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ബിനാലെ എന്ന് പറയുന്ന സാധനം ശരിക്കും എഫേർട്ടാണ് അത് മനസ്സിലാക്കി അപ്രീഷിയേറ്റ് ചെയ്യാൻ. എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡിയും കുറച്ചൊരു ഇൻഡൽജന്റ് ആർട്ട് ഫോമാണ്. ഇപ്പം സ്കിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെയും എനിക്ക് വെറുതെ ഇരുന്ന് ചിരിക്കാൻ കണ്ട്. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കണം. എനിക്ക് ആ 1 മണിക്കൂർ വേറെ പ്രശ്നങ്ങളില്ലാതെ എനിക്ക് ശരിക്കും അപ്പൊ അതിന്റെ ഒരു പേ ഓഫ് ഉണ്ട്, അതിന്റെ ഒരു കിക്ക് ഉണ്ട് സാധനം. അവിടെയും ഈ നേരത്തെ മഹാദേവൻ പറഞ്ഞ പോലെയാണ് നമ്മളെ ആൾക്കാരിലേക്ക് നമ്മളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാന്ന് പറയുന്നത്
ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്യുന്ന ആളുടെ കഴിവാ. ഈ പെർഫോം ചെയ്യുന്നവരുടെ സ്കില്ലിന്ന് കഴിവ് എന്ന് പറയുന്നത് അവിടെ കിടക്കണേ. അതെ അതെ, വിശ്വസനീയമായിട്ട് ദീപക് എന്നൊക്കെ പറഞ്ഞു. അല്ല, നമ്മള് സ്റ്റേജിൽ കയറി നിന്നിട്ട് ഫുള്ള് ടെൻഷനായിട്ട് തുടക്കത്തിൽ തപ്പി തടഞ്ഞു. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ പച്ചയായിട്ട് ഒരാൾ വന്ന് അയാളുടെ സത്യം അങ്ങ് പറയുകയാണ്. അപ്പോൾ അതിലൂടെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കുറച്ചുകൂടെ സത്യം പറയണ ഒരാളായിട്ടുണ്ട്. പക്ഷെ തമാശ പറയുന്നില്ല. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഓൺ ദാറ്റ് നോട്ട് നമ്മൾ നന്നാവും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ വിറ്റ് ടെലികാസ്റ്റ് എന്തിന്റെ പേര്, മണരാനന്യം നമ്മുടെ വിറ്റോക്സും നന്നാവും എന്നുള്ള ഫീൽ ഗുഡ് ആണോ? ഫീൽ ഗുഡ് ആണോ? ഫീൽ ഗുഡ് ആണോ? എൻഡിങ് ഫീൽ ടൈമിലല്ലേ എൻഡ് ചെയ്തത്. ഫീൽ ഗുഡ് എൻഡിങ് എന്താണ്? ഫീൽ ഗുഡിന് അങ്ങനെ പരിധികളില്ല, എവിടെ വേണമെങ്കിലും ഫീൽ ഗുഡ് ആവും. നമുക്കിപ്പോൾ ഫീൽ ഗുഡ് ആണെന്ന് തോന്നുന്നത്. അത്യാവശ്യം കുറെ പറഞ്ഞു നിർത്താം നമുക്ക്. എടാ പോടാ, നിർത്തി പോടാ.